നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വളരെയധികം നിരാശാജനകമായ ഒരു സാഹചര്യം മറികടക്കാനായിട്ട് നിങ്ങളിൽ പല ആളുകളും നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് ഒരു കാലത്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകിയിരുന്ന, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വേദന നൽകുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ മനസ്സോടെ പിന്തിരിഞ്ഞു പോവാനായിട്ട് തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു കാലത്ത് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും ബന്ധം അല്ലെങ്കിൽ ജോലി, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത രീതി, കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ, അങ്ങനെ ഒരു കാലത്ത് അവ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ആശ്വാസവുമൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് അത് നിങ്ങൾക്ക് വളരെയധികം വേദനകളാണ് നൽകുന്നത് എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷേ നിരാശ മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അതിനാൽ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. വിട്ടുകളയുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം സങ്കടം, നഷ്ടമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ വന്നു ചേരാൻ കാത്തിരിക്കുന്നതിന് പകരം അതിനെ പൂർണ്ണമായിട്ടും വിട്ടുകളയാനായിട്ടാണ് നിങ്ങൾ തയ്യാറാവുന്നത്. അത്തരം സങ്കടങ്ങൾ, നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വികാരങ്ങളെയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അടിച്ചമർത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു ചിന്ത. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഭിച്ചതൊന്നും ഒരു തരത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും വളരെ ആഴത്തിലുള്ള വേദനയിലൂടെയും നിരാശയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അവരുടെ മോശം പ്രവൃത്തികൾ, ഇവയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വേദനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നൊക്കെ ആയിരിക്കാം ഇത്തരം അനുഭവങ്ങൾ വരുന്നത്. അതിനാൽ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വളരെയധികം വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സറിഞ്ഞ് ഒന്ന് കരയുക. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വികാരങ്ങളെയൊക്കെ നിങ്ങൾ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെയൊക്കെ പുറത്തേക്ക് കളയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭാരം കുറയ്ക്കാനായിട്ട് സഹായകമാവുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ, സാഹചര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ വേദനയും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. വേദനകളില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വന്നു ചേരുന്ന ഓരോ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാനുമൊക്കെ സഹായകമാവുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ആരാണ്, എന്താണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം, എന്താണ് നിങ്ങളുടെ മൂല്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും
ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരുമായും സഹകരിച്ച് അടുത്ത് ഇടപഴകി ജീവിച്ചിരുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് എല്ലാത്തിൽ നിന്നും അകലം പാലിക്കാനും തനിച്ചിരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനും നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ഭാരമേറിയ ഒരു കാര്യം അല്ലെങ്കിൽ വളരെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒന്നായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഇപ്പോഴുള്ള നിങ്ങളുടെ കഷ്ടപ്പാട് വരാനിരിക്കുന്ന നേട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ്. ഇവിടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് ഫലം കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ കുറേയധികം ആളുകളും ഇപ്പോൾ വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വിജയവും സമൃദ്ധിയും എത്തിച്ചേരുന്നുണ്ട്. എല്ലാം നന്നായി വന്നു ചേരുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങളിലേക്ക് ശക്തി, വളരെയധികം പോസിറ്റീവ് ഊർജം ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ എവിടെ പോയാലും എന്തു ചെയ്താലും അതെല്ലാം ആ ഒരു പോസിറ്റീവ് എനർജിയാൽ ശുഭകരമാവുമെന്നും അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.